അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം തബറാനി തൻ്റെ ഔസത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസായിരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഉഖ്സു തഗ്നമു, നിങ്ങൾ യുദ്ധം ചെയ്യുക, അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ, എങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഗനീമത്ത് പടയവും സാധ്യമാവും. വസൂമു, നിങ്ങൾ നോമ്പ് നോക്കറു, തസിഹു, എങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും. വസാഫിറു തസ്തഗ്നു, നിങ്ങൾ സഫർ ചെയ്യറു, എങ്കിൽ നിങ്ങൾക്ക് കുറേ ലാഭം കിട്ടും. 3 കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന്, ഒന്ന് യുദ്ധം ചെയ്യൽ, നോമ്പ് നോക്കൽ, പിന്നെ യാത്ര പോകൽ, സഫർ ചെയ്യലും. സഫർ ചെയ്യുന്ന ബാന്യത്തെ കാരണം കൊണ്ട് യാത്ര പോകണ്ടേ. അപ്പോൾ ഈ യുദ്ധം ചെയ്യലും നോമ്പ് നോക്കലും ഇതെല്ലാം ഇബാദത്തിനായിട്ടിരിക്കണം. പക്ഷേ ഈ ഇബാദത്തിൽ കൂടെ നമുക്ക് ആഖിറത്തിൽ പ്രതിഫലം കിട്ടലോടുകൂടെ ദുനിയാവിലും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് യുദ്ധം ചെയ്യാറും. അപ്പോൾ യുദ്ധം ചെയ്യുന്നെങ്കിൽ വലിയ പ്രതിഫലം ആഖിറത്തിൽ കിട്ടും. യുദ്ധത്തിൽ ഷഹീദായെങ്കിൽ പിന്നെ കേൾക്കണ്ട. എങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ദുനിയാവിലും നിങ്ങൾക്ക് ഗനീമത്ത് കിട്ടും. ഗനീമത്ത് എന്ന യുദ്ധം പിന്നെ ശത്രുക്കൾ നിന്നിട്ട് കിട്ടുന്നതായ സ്വത്തുമായിട്ട് കിട്ടും. ഒരു പ്രദേശത്തിലേക്ക് പിന്നെ ഞങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ടാണെങ്കിൽ അവിടെ പ്രദേശത്തെ ആൾമാർ അഥവാ പിന്നെ ശത്രുക്കൾ സ്വത്തിട്ട് ഓടിയിട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് സ്വത്ത് വിട്ടു ഓടുறாரு. ഒരു രാജാവ്, ഒരു പ്രദേശത്തെ രാജാവുടെ മേൽ മുസ്ലിം സൈന്യ അറ്റാക്ക് ആക്കിയെങ്കിൽ അവിടെ ഉള്ളതായ ശത്രു രാജാവ് അതെല്ലാം അവരുടെ ആൾമാരെല്ലാം വിട്ടിട്ട് ഓടുമ്പോൾ അല്ലെങ്കിൽ സറണ്ടർ ആകുമ്പോൾ അങ്ങനെ പിന്നെ ആ രാജാവുടെ അരമണയിൽ എന്തെല്ലാം സ്വത്ത് നയിക്കിടും, ബംഗാറുങ്ങ, വജ്ര, വൈഡൂര്യങ്ങ എന്തെല്ലാം ഇക്കിടും. അതെല്ലാം നമുക്ക് അപ്പോൾ അതും ഒരു ലാഭമായിട്ടിരിക്കണം. അപ്പോൾ ഗനീമത്ത് സ്വത്ത് ചെല്ലാറ്. അപ്പോൾ യുദ്ധം ചെയ്യാൻ കൊണ്ട് കേവലം ആഖിറ മാത്രം ലക്ഷ്യമല്ല, ഏറ്റവും വലിയ ലക്ഷ്യം ആഖിറമേ. പക്ഷേ അതിൽ കൂടെ ദുനിയാവും നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നിങ്ങൾ സഫർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കച്ചവടത്തെ നിമിത്തമായിട്ട് ബാന്യത്തെ ബിസിനസ്സിനെ ഉദ്ദേശിച്ച് നിങ്ങൾ സഫർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. വെറും പ്രായത്തിൽ വെച്ചിട്ട് ബാന്യലാക്കേണ്ടായെങ്കിൽ മെയ്യാവൽ. ഇനിയും വേറെ നിങ്ങൾക്ക് സഫർ കഴിഞ്ഞിട്ട് ദൂര പ്രായത്തെല്ലാം പോയിട്ട് ബിസിനസ് തുടങ്ങിയിട്ടാണെങ്കിൽ ചെമ്മ ലാഭം നിങ്ങൾക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അതുപോലെ ആയിട്ട് വസൂമു തസിഹു, നിങ്ങൾ എന്താക്കുക, നോമ്പ് നോക്കൂ, എങ്കിൽ നിങ്ങൾക്കത് വളരെ ആരോഗ്യം കിട്ടുക സഹായക്കാവുള്ളൂ. മുസ്ലിമീങ്ങനെ നോമ്പ് പരിശുദ്ധമായ റമളാനും അതുപോലെ അല്ലാത്ത സമയത്ത് മുസ്ലിമീങ്ങൾ നോക്കുന്നതായ നോമ്പ് അത് പെർഫെക്റ്റ് നോമ്പായിട്ട് ആരോഗ്യത്തെ ദൃഷ്ടിയിൽ വളരെ സഹായക്കാണ്ട് കൂടുതലായ മുസ്ലിമുകളും അതുപോലെ വലിയ വൈദ്യകീയ തജ്ഞന്മാരും പോലും പിന്നെ ഒരു അംഗീകരിക്കുന്ന ഒരു കാര്യമായിട്ട് കേരളത്തിലുള്ളതായ എത്രയോ അഹിന്ദവ സഹോദരന്മാർ റമളാൻ വന്നെങ്കിൽ ഒത്തിങ്ങൾ മുസ്ലിമീങ്ങനെ പോലെ നോമ്പ് നോക്കാൻ എത്ര ആൾമാരുള്ളാറ് ചെന്നെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് വന്നിട്ടായിരുന്നു. അപ്പോൾ മുസ്ലിമീങ്ങനെ ആ ഒരു നോമ്പുടെ ആ പദ്ധതി വളരെ ആരോഗ്യത്തിന് സഹായകരമായിട്ട് ബാക്കിയുള്ള മതത്തിലും ധർമ്മത്തിലും പിന്നെ നോമ്പ് ചെല്ലതുകൊണ്ട്. പക്ഷേ അത് ചിലപ്പോൾ പോലും നമുക്ക് അര സാമാനം തിന്ന് തീരാ, ബാക്കിയുടെ ഫ്രൂട്ടുങ്ങ തന്തരില്ല, പാനീയങ്ങ തന്തരില്ല, അങ്ങനെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇസ്ലാമിയുടെ ആ ഒരു നോമ്പ് അത് പെർഫെക്റ്റ്. ഒരു സുബൈക്ക് വെള്ളമന്ത് തുടങ്ങിയത് ഒന്നുമില്ല, ആഹാരമില്ല, പാനീയമില്ല, എന്തുമില്ല, ഫുള്ളായിട്ടുള്ളതായ പിന്നെ നിരാഹാരമായിട്ട് മോദിത്തോട് ഒന്നുമില്ലാണ്ട് വെറും ഭയത്തിൽ ജീവിക്കുന്നതായ അവർ നല്ല ആരോഗ്യ പദ്ധതി അതിൽ കൂടി കിട്ടും ലാഭത്തിൽ എന്തുമല്ല. മനുഷ്യരെ ശരീരത്തിലുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട ഭയത്തിലുള്ള വേറെ ആരോഗ്യമായിരിക്കും മനുഷ്യൻ ഏറ്റവും മുഖ്യ. എല്ലാവരും ചൊല്ലതയല്ലേ, രോഗത്തിന് മുഖ്യ കാരണം ബയറുണ്ട്. അപ്പോൾ ബയർ ഒരു മനുഷ്യർക്ക് കൺട്രോൾ ആക്കാൻ സാധ്യത, ബാക്കിയെല്ലാം
അവൻ്റെ പിന്നെ അവയവത്ത് ആരോഗ്യം കിട്ടും. അപ്പോൾ ആ വയറിലുള്ള ജീർണാംഗ, കിഡ്നി, ലിവർ ഇതിക്കെല്ലാത്തും പിന്നെ ഒരു റെസ്റ്റ് വർഷത്തുവർക്ക് റെസ്റ്റ് കൊടുക്കണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ಅದಕ್ಕೆ വലിയൊരു ആരോഗ്യത്തിന് ഒരു സഹായക പൂരക്കായിട്ട് നിരന്തരമായിട്ട് ഞങ്ങളെ ഉമ്മയുടെ വേഗത്തിലേ ഞങ്ങളെ കിഡ്നിയും അതുപോലെ ജീർണാംഗം എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതൊക്കെ ഒരു ഫുർസത്തുണ്ടില്ലല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിക്ക് ഒരു റെസ്റ്റ് കൊടുക്കണേ. ആ റെസ്റ്റ് കൊടുക്കുമ്പോൾ എന്തായിട്ട് പിന്നെ അത് നല്ല ഊർജ്ജത്തോടു കൂടി നല്ല പവർ ശക്തിയോട് കൂടി അതൊക്കെ പ്രവർത്തിക്കുക. അത് കാരണമാവുള്ളൂ. ഈ നിലക്ക് നാളെ കിഡ്നിയും ലിവറും എല്ലാം പെർഫെക്റ്റായിട്ട് പ്രവർത്തിക്കുക, ശരി പ്രവർത്തിക്കുക. അത് കാരണമാവുള്ളൂ. പിന്നെ പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഈ നോമ്പ് റമദാൻ ഒത്തിങ്ങർ പറയുമ്പോൾ ഞങ്ങൾ പോറു ഇരി നോമ്പ് നോക്കിയിട്ട് ജാവു അതിൽ ഡബിൾ ഞങ്ങൾ ബഡ്ഡി സമയത്ത് തിന്നത് കൊണ്ട് ഞങ്ങൾ ആരോഗ്യത്തിൽ വലിയത് ഉപകാരം ആയിട്ടില്ല. അപ്പോൾ ആ ആരോഗ്യത്തിൽ ചിലപ്പോൾ അത് ഹാനികരമേ ആയിട്ടിരിക്കും. കാരണം എന്താ പോറുകളെല്ലാം ഞങ്ങൾ പിന്നെ റെസ്റ്റ് കൊടുത്തിട്ടു ജാവ് ഏകദം പോണ്ടതും ജാവോട് ഒട്ടി തിന്നുമ്പോൾ ഈ കിഡ്നിക്കും അതുപോലെ ഈ പിന്നെ ജീർണാംഗത്തിൽ എല്ലാത്തിനും എന്തായിട്ട് യാറെ പ്രഷർ ಬಂತು ಜಂಡು ಸರ್ವರ್ಕೇ ಹಾಕೋಡ. അപ്പോൾ ഈ പ്രഷർ പോകുമ്പോൾ യാറെ ഹാനിയാവും ചാൻസ് ഉണ്ട്. അതൊക്കെ മിതമായ ആഹാര പോലുക ഞങ്ങൾ പട്ടിണി വെച്ചത് ജാവുക മിതമായ ആഹാരത്തോടു കൂടി നോമ്പ് പിടിക്കേണ്ടെങ്കിൽ ಖಂಡಿತമായിട്ട് അതിനെ ബെനിഫിറ്റ് എടുക്കുക സാധ്യമാവുള്ളൂ. പിന്നെ നോമ്പ് നോക്കിയിട്ട് അത് നമുക്ക് പ്രഷർ കുറഞ്ഞിട്ടില്ല, ഷുഗർ കുറഞ്ഞിട്ടില്ല ചെന്നിട്ട് കാര്യമില്ല. അത് എല്ലാം ബഡ് സമയത്ത് തിന്നിട്ടായിട്ടല്ലേ പിന്നെ ഇവിടെ കുറേയുടെ. അപ്പോൾ അങ്ങനെ ആവാണ്ട് നല്ല മുൻഗാമികളായ മഹത്തുക്കൾ നോക്കിയതായ നോമ്പുകൾ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പിന്നെ എല്ലാ ജീവിതത്തിൽ സർവ്വസമയത്തും നോമ്പായിട്ടുണ്ട്. ആ സമയത്തെല്ലാം മൂപ്പർ 90 വർഷം ജീവിച്ച് കാണിച്ചിട്ട് മൂപ്പറിനാൽ എല്ലാ മഹാന്മാരും വലിയ ദീർഘായുസ് നമുക്ക് കിട്ടിയത് അങ്ങനെ ആഹാര പദ്ധതി എപ്പോൾ നോക്കി നോമ്പുകാരന്മാരായത് കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ശരീരത്തെ ഞങ്ങൾ തിന്നിട്ട് കൊബ്ബിച്ചിട്ടിരുന്നത് കാര്യമില്ല. അപ്പോൾ നോമ്പ് നാളെ ജീവിതത്തിൽ ഞങ്ങൾ പതിവാക്കിയിട്ടായെങ്കിൽ ಖಂಡಿತമായിട്ട് വലിയൊരു ആരോഗ്യം അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലക്കെ പൊട്ടാവല്ലേ സൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോക്കുമെങ്കിൽ ആരോഗ്യം നിങ്ങൾക്ക് കിട്ടുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളെ എല്ലാ പിടിപാട്ടിയ എല്ലാ കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.